എങ്ങനെയാ നിങ്ങൾക്കൊരു നിരാശയായോ? പെട്ടെന്ന് നടക്കുമെന്ന് കരുതിയിട്ട് ഇത് നിരാശയല്ലേ? 48 മണിക്കൂറായി. ഒരാളെ ശവടക്കളക്കുമ്പോ പള്ളി അവിടെ പള്ളിയില് 48 മണിക്കൂറായി സംഭവം. ഇതേവരെ ഒരു സംഗതി ഇന്നലെ തൊട്ട് തുടങ്ങിയ സംഭവമാണ്. ഇവര് പിന്നെ മിഷൻ സംഭവം. എന്ത് മിഷനാണ് സംഭവം? എന്താണ് മിഷൻ? ഇത് ഇന്നലെ വന്ന സംഭവം. ഇന്നലെ പോയി പള്ളിയുടെ പടമല പള്ളി അവിടെ ഉണ്ട് സംഭവം. പോയി അങ്ങോട്ട് പോയി ആന പോയി. എവിടെ? ആ കുന്നിൻ മുകളിൽ ഏറെ നേരം ആന നിന്നു. ഏറെ നേരം ആന നിന്നു. എവിടെ ആന? എവിടെ? ആരും കണ്ടു സംഭവം. ഇന്ന് ഇവിടെ മണ്ണുണ്ടി എത്തി സംഭവം. ഇന്നേ വരെ സംഭവം മന്ത്രിയോ അതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ഇതേവരെ ഇവർ ലൊക്കേഷൻ പറഞ്ഞു. എവിടെ ലൊക്കേഷൻ? ഏത് ലൊക്കേഷൻ? എവിടുത്തെ ലൊക്കേഷൻ? രൂപേഷേട്ടാ ആ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുക. ഏത് ലൊക്കേഷനാ? ഇന്നേ വരെ എവിടെ? ഈ 48 മണിക്കൂറായി. ഇന്നലെ മരിച്ച നമ്മൾ ബോഡി എടുത്തിട്ട് നമ്മൾ ഇന്നലെ ഗാന്ധി പാർക്കില് പിന്നെ എത്ര മണിക്ക്? 7 മണിക്കാണ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തത്. ഇന്ന് ഈ നേരം വരെ ഇവരെവിടെ പോയി? ഇന്ന് ആനയെ പിടിക്കാൻ പറഞ്ഞു. എവിടെ ആന? എവിടെ ആന? കണ്ട് ഇവിടെ വന്ന് പോയിന്ന് പറഞ്ഞു. പക്ഷെ നമ്മളിന്ന് ഇതാ ഡിഫൻസ് സംസാരിച്ചപ്പോ ഒരു 10 ചക്കന്മാർ നമ്മൾ ആന ഇറക്കി കൊടുക്കും. ഇന്ന് നമ്മളെ ഡിഫൻസ് നമ്മൾ സംസാരിച്ചപ്പോ പറ്റൂല. മേലുദ്യോഗസ്ഥന്മാര് കാട് നല്ല പരിചയമുള്ള ആളുകൾ. കാട് നമുക്ക് പരിചയമുണ്ട്. ഈ കാട് 10 ചക്കന്മാർ നമ്മളിപ്പോ പോയണ്ടല്ലോ. ഈ ആന നമ്മളിപ്പോ ഇറക്കി കൊടുക്കൂടെ? എന്തുകൊണ്ട് നമ്മളെ വിളിക്കൂല? പ്രാദേശികമായ ഒരു സഹായം അവർ തേടുന്നില്ല. പ്രാദേശിക 10 ചക്കന്മാർ ഇപ്പൊ ഓൾറെഡി 10 ചക്കന്മാർ റെഡി സംഭവം. ഈ സംഭവം ഉണ്ടല്ലോ ഇവർ രാവിലെ തൊട്ട് തുടങ്ങിയ സംഭവം ഈ അരിച്ചു പേർക്കാൻ വേണ്ടിയിട്ട് ഒരു 10 ചക്കന്മാര് നമ്മളെ ഓൾറെഡി 10 ചക്കന്മാരുണ്ട്. കാടറിയ ചക്കന്മാരുണ്ട്. ഇവരെ നമ്മളെ കൂട്ടിട്ട് പോകാൻ പറ്റില്ല. ഇവർക്ക് പറ്റൂല. ഇതിപ്പോ ആന ഉൾക്കാട്ടിലേക്ക് കയറിയാൽ കർണാടകത്തിലേക്ക് പോകും. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത ആന കയറി കർണാടക പോയിട്ട് പിന്നെ റിട്ടേൺ വരും. ഒരാളെ അടിക്കും. ആർക്കും ഉത്തരവാദി? കർണാടക ഉത്തരവാദിയല്ല. നിങ്ങളെന്തായാലും വലിയ സമരത്തിലേക്കാണോ ഈ ചൊവ്വാഴ്ച ഹർത്താൽ അടക്കം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത് ജില്ലയിലല്ലേ? ഓലക്ക